ഈ ഉരുളി നോക്കൂ ഇങ്ങനെ ഇരിക്കണേ. ഈ ഉരുളി കാണിക്കാൻ വേണ്ടിയില്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് നമ്മളെല്ലാം വളരെ സ്വാദിഷ്ടമായിട്ട് കഴിക്കും. പക്ഷെ അതിന് പുളി വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം പുളിയായി അത് 5-6 ദിവസം അല്ലെ 2-3 ദിവസം കഴിഞ്ഞാൽ പുളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇഷ്ടമല്ല എടുക്കാനായിട്ട്. അപ്പം അതിന് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു അതിനൊരു ഉപയോഗമുണ്ട്. അത് കളയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് ഒരു പിച്ചള പ്ലേറ്റിലേക്ക് ഒഴിച്ചു വിട്ടോ. അത് കഴിഞ്ഞ് ഞാനത് കഴുകി നോക്കിയപ്പോൾ അതെന്താ കളർ വെച്ചേ, അത്ര വൃത്തികേടായിരുന്നു. കുറേ ഉപയോഗിക്കാതിരുന്നിട്ട് ഇതുപോലത്തെ ഇങ്ങനെ ഓടിൻ്റെ പിച്ചളയുടെ പാത്രത്തിൽ അതിങ്ങനെ വേറെ വൃത്തികെട്ട കളറായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ വൃത്തിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് വൃത്തിയാക്കാനുള്ള സാധനം എന്താണെന്ന് മനസ്സിലായോ? മോര്, നല്ല പുളിച്ച മോരാണ്. അപ്പം ഈ പുളിച്ച മോരൊഴിച്ചിട്ട് നമുക്കിതൊന്ന് പെരട്ടി വയ്ക്കാം. ഞാൻ മറ്റേ പാത്രത്തിൽ വെറുതെ ഒഴിച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നന്നായി. ഇത്ര ഭയങ്കരമായിട്ട് കറയൊക്കെ പിടിച്ചിങ്ങനെ ഓടുപാത്രത്തിലിരിക്കില്ലേ, അതേപോലെ ഇങ്ങനെയാണ്. അപ്പം ഇത് കുറച്ച് നേരം ഇങ്ങനെ പെരട്ടി വെച്ച് നോക്കാം. ഞാൻ മറ്റേലും അങ്ങനെ പെരട്ടിയൊന്നും വെച്ചില്ല, ഉടനെ തന്നെ കഴുകുക ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കി അതിന് ശേഷം ഉടനെ കഴിക്കും. അപ്പം നമുക്ക് 2 മിനിറ്റ് കേൾക്കാം. ഇത് നമുക്കിതിനെ നന്നായിട്ട് തേച്ച് നോക്കാം. നല്ലതായിട്ട് തേച്ച് നല്ല അമർത്തി, എൻ്റെ കൈ വയ്യാത്തതൊക്കെ അങ്ങനെ അമർത്തി തേക്കാൻ കഴിയും. ഇപ്പൊ തന്നെ അത് കുറേ നന്നായിട്ടുണ്ട്. അപ്പൊ ഞാനിത് നിങ്ങളെ തേച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുകൊണ്ടോ കുറച്ച് നല്ലതായിട്ട് തേച്ചൊക്കെ വന്നുള്ള കറയൊക്കെ ഒന്ന് പോയി അതിന്റെ. ഇനി നമുക്കിതിന്റെ ഈ കുറവ് വശം നോക്കാം. ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചില്ല, ഈ പുളിച്ച മോര് മാത്രമേ ആക്കിയില്ല. ആദ്യം ഇതിങ്ങനെ കുറച്ച് നേരം പുരട്ടി വെക്കണം. പുരട്ടി എങ്ങനെ പറയാം, പുരട്ടിയല്ല. അപ്പം അതിനെ ഇങ്ങനെ മോരെടുത്തിട്ട് ഇങ്ങനെ നല്ലോണം പുളിയുണ്ട് കേട്ടോ. ഇതൊരു 3-4 ദിവസമായിരുന്നു മോരാണ് ഞാൻ കളയാൻ വെച്ചിരുന്നത്. ഇപ്പോഴാണ് ഞാൻ എവിടെയോ വായിച്ചായിരുന്നു ഈ പുളിച്ച മോര് തുളസിയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ തുളസി നന്നായിട്ട് കിളിക്കുന്നൊക്കെ. അപ്പം അതിന് വേണ്ടി വെച്ചു. അപ്പം എനിക്ക് പിന്നെ പേടിയായിരുന്നു ഉള്ള തുളസിയും കൂടെ പോയാലോ. അപ്പം ഞാൻ വെറുതെ അത് കളയാൻ വേണ്ടി നമ്മുടെ ഒരു പിച്ചള പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് ഈ മോര് ഒഴിച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞ് ഞാനത് എടുത്ത് വെച്ചപ്പോൾ അത്രയും ഭാഗം നല്ല ക്ലീനായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് നമ്മൾ വിളക്കിൻ്റെ ഇത് നോക്കിയാൽ, അപ്പോൾ വിളക്ക് തേച്ചപ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ്. അപ്പോൾ ആ പാട് ഇങ്ങനെ ഒരു പാടുണ്ടാവില്ലേ നമ്മൾ വെച്ചേക്കുമ്പോൾ, അപ്പോൾ അതൊക്കെ പോയി. ഇത് നന്നായിട്ട് അമർത്തി തേക്കുവാണെങ്കിൽ നല്ലതായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നു. എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ, അതായത് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കയ്യിലിങ്ങനെ ഇതിട്ടേക്കുവാണ്, കമ്പിയാണ്. അപ്പം അതുകൊണ്ട് ഒരു ആക്സിഡൻറ്റിൽ പറ്റിയതാണ്. അപ്പം കൈക്കകത്ത് റോഡ് വെച്ചിട്ടാണ്, റോഡ് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അപ്പോൾ അതെനിക്ക് അമർത്തി അങ്ങനെ ഈ കയ്യിൽ ഇവിടെ കണ്ട ഇവിടെ നിങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഈ കൈ എനിക്ക് അമർത്തി വെക്കുക. ഈ കയ്യിലാണ് ഷോൾഡറിന് ആക്സിഡൻറ്റിൽ കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം അമർത്തി. അപ്പം നിങ്ങൾ നന്നായിട്ട് അമർത്തി തേക്കുവാണെങ്കിൽ ഈ നന്നായിട്ട് ക്ലിയർ ആവും. എന്നാൽ ഇത്രയും ക്ലിയർ ആവില്ലേ മോരിൻ്റെ കൊണ്ട്. അപ്പം ഇനി തൊട്ട് മോരാദ്യം പുളിച്ച മോരാണെന്ന് പറഞ്ഞാൽ ആരും കളയുണ്ടാക്കാം. മനസ്സിലായി? ഇങ്ങനത്തെ പിച്ചള പാത്രങ്ങളാണ്, അതായത് വിളക്ക്, പിന്നെ ഉരുളി, അങ്ങനെയൊക്കെ ഓരോ കിണ്ടി, അതൊക്കെ നമുക്ക് വൃത്തിയാക്കാം. ഇനി ഞാൻ കഴുകി കാണിച്ചു തരാം. ഇത് കണ്ട നല്ല ക്ലീൻ ആയില്ലേ? വേറെ ഒന്നും ഞാൻ ലിക്വിഡോ ഒന്നും തന്നെ ഉപയോഗിച്ചില്ല. എന്താ നമ്മുടെ ഓട് പാത്രം ഇതെന്താ പിച്ചളി ഓടും. അതെ, അപ്പൊ ഇത് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല അമർത്തി തേക്കുവാണെങ്കിൽ നല്ലതായിട്ട് വന്നേനെ.
അപ്പൊ ഇപ്പൊ പുളിച്ച മോര് എന്റെ കഴിഞ്ഞു. അപ്പൊ നല്ലതായിട്ട് പുളിച്ചു. അതിന് 3-4 ദിവസം വെച്ചേക്ക് പുളിച്ചു കഴിഞ്ഞാൽ മോര് കളയാതെ നമുക്ക് കൂട്ടാൻ വെക്കാൻ പറ്റില്ല. കളയാതെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് നമുക്ക് ഓട് പാത്രങ്ങൾ കഴുകിയാൽ ഇത്രേ നല്ല സുന്ദരിയായിട്ട് കിട്ടും. നമുക്ക് നല്ലതല്ലേ ഇങ്ങനെ? വേറെ ഒന്നും ചേർക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിസ്സാരമല്ല ഇങ്ങനെ വേണ്ടാതെ വെച്ചേക്കുന്ന പുളിച്ച മോര് കൊണ്ട് ഇങ്ങനെ ചെയ്യാമെങ്കിൽ. എനിക്ക് വേണ്ട പുളിയുള്ള സാധനങ്ങൾ ഇപ്പൊ നാരങ്ങ നീരാക്കിയ പോലും ഇത്രയും നല്ല ക്ലീൻ ആവുമെന്ന് എനിക്ക് തോന്നാനില്ല. അപ്പൊ ഞാൻ ഈ മോരിന്റെ ഇത് കണ്ടുപിടിച്ചു. എനിക്ക് സമാധാനമായി. എപ്പോഴും ഞാൻ ഓർക്കും പുളി ഇട്ട് തേച്ചു, എങ്ങനെ ഇട്ട് തേച്ചു. പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും പിന്നെയും അതിൽ പാടൊക്കെ വീണും വിളക്ക് ചീത്തയാവും. ഇങ്ങനെ കളറൊക്കെ കറുത്ത ഇതൊക്കെ പിടിക്കും. അപ്പൊ ഇതങ്ങനെയൊന്നുമില്ല. ഇത് പിറ്റേ ദിവസം ആയാലും എത്ര നാളായാലും ഇങ്ങനെ ഇരിക്കും. ഞാൻ ഈ പ്ലേറ്റും ഈ വിളക്കും ഇതൊക്കെ ഈ വിളക്കും ഒക്കെ ഈ തൈര് കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. അത് എന്നും ഇങ്ങനെ പുളിച്ച തൈര് കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. അത് കുറച്ച് നന്നായിട്ട് അമർത്തി തേക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് നല്ലതായിട്ട് തിളങ്ങും.